ഇന്ന് നമ്മോടൊപ്പമുള്ളത് ജമാൽ കൊച്ചങ്ങാടിയാണ്. ജമാൽക്ക ഒരു പുരുഷായുസ് മുഴുവൻ മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. പ്രസാധനം, പുസ്തകം ഇത് കഴിഞ്ഞ ശേഷമാണ് ശരിക്കും ജേർണലിസത്തിലേക്ക് വരുന്നത്. കേരളനാഥത്തിലായിരുന്നില്ലേ ആദ്യം തുടക്കം? കേരളനാഥത്തിലാണ് ഞാൻ പ്രൊഫഷണലായിട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ വാസ്തവത്തിൽ തുടങ്ങിയിരുന്നു. ഞാൻ SLCക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ചെറുകഥകളുടെ സമാഹാരം, 2 പേരുടെ. അതിൽ രണ്ടാമത്തെ ആളല്ല ഒന്നാമത്തെ ആള് അത് പിന്നീട് വലിയ മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാവായിട്ട് മാറി. സക്കറിയ സേട്ട് ഞങ്ങളെ അയൽവാസിയാണ്. ഞങ്ങൾ കൊച്ചങ്ങാടി യങ്മെൻ അസോസിയേഷൻ എന്നുള്ള വായനശാലയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. അന്ന് MSFലായിരുന്നു. എന്നെക്കാളൊക്കെ വളരെ സീനിയറാണ്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ അവിടെ പോയിരിക്കും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചന്ദ്രികയിലൊക്കെ എഴുതും. ചന്ദ്രികയിലെ കഥകളൊക്കെ വന്നുകൊണ്ടിരുന്നു, ചെറിയ കഥകളൊക്കെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒരു ചെറിയ അറിയപ്പെട്ട് തുടങ്ങുന്ന ഒരു എഴുത്തുകാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പിന്നെ സെക്രാസേറ്റ് ഇതുണ്ടല്ലോ, കേരള ടൈംസിൻ്റെ സൺഡേ എഡിഷൻ, അതിലേക്ക് കഥകളയക്കും. കഥകൾ എഴുതി അയച്ചിട്ട് അത് തിരിച്ചു വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ബൈലൈനിലാണ് അയക്കണത്? സക്കറിയ സേട്ട്. അതിൽ MJ സക്കറിയ എന്ന് മാത്രം പറഞ്ഞു അയച്ചു നോക്കുന്നതാണ്. അയച്ചപ്പോൾ അതൊക്കെ വന്നു. ആ കഥകൾ വന്നു. സേട്ടായിരുന്നു തടസ്സം. അങ്ങനെ കഥകളൊക്കെ അച്ചടിച്ചു വന്ന് പത്രത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ പിന്നെ മൂപ്പർക്ക് ഉത്സാഹമായി. എന്നാൽ പിന്നെ നമുക്കൊരു പുസ്തകം ഇറക്കണം. മലനാട് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ്, അത് നല്ല സംഘാടകൻ, രാഷ്ട്രീയക്കാരനാണ്. ഉള്ളിൽ രാഷ്ട്രീയക്കാരനുണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആളാണെന്നൊക്കെയാണ്. എനിക്കാണ് ഇതൊന്നും ഇല്ലാത്ത ആള്. അപ്പൊ അന്ന് എൻ്റെ ഒരു 5 കഥയും നിന്റെ ഒരു 3 കഥയും കൂടിയിട്ട് നമുക്ക് ഒരു 5-3-1 എന്നുള്ള പേരിലൊരു, അപ്പൊ അതിന് വേണ്ടി കൂട്ടുകാരൊക്കെ ഇത് ചെയ്തിട്ട് ഷെയർ ആയിട്ട് മലനാട് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് കൊച്ചങ്ങാടി അഡ്രസ്സിൽ ഒരു പുസ്തകം ഇറക്കി. അതിൽ കവറൊന്നുമില്ല, ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള 5-3-1 എഴുതിയിട്ടുണ്ട്. കൊച്ചിയിലുള്ള ഹാജി മൂസ മെമ്മോറിയൽ ഹൈസ്കൂൾ, കൺമണി ബാബു സെറ്റിന്റെ ബാപ്പ ഉണ്ടാക്കിയതാണത്. ഹജീസ ഏറ്റവും വലിയ സമ്പന്നനായ ആളായിരുന്നു ഇസ്മായിൽ ഹജീസ സെറ്റ് എന്നാ പറയണത്. എല്ലാ പ്രമുഖ സംഘടനകളുടെയും നേതാവൊക്കെ ആയിരുന്നു. വലിയ സമ്പന്നനായിരുന്ന ആളായിരുന്നു. ഒരുപാട് ചില തുരുത്തുകളൊക്കെ തന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പിന്നെ ഇങ്ങനെ തെങ്ങ് കയറാൻ തുടങ്ങിയാൽ അത് തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും ചേറ്റുവാ ഭാഗത്തുനിന്ന് അപ്പോഴത്തേക്ക് കാഴ്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അത്രയും വലിയ സമ്പന്നനായിരുന്നു ഇസ്മായിൽ ഹജീസ സേട്ട് എന്നാ പറയുന്നത്. അദ്ദേഹമാണ് ആ സ്കൂള് സ്ഥാപിച്ചത്. അപ്പോൾ അവിടുത്തെ 2 മലയാളം അധ്യാപകരാണല്ലോ. ആദ്യത്തെ മലയാളം അധ്യാപകൻ ചന്ദ്രശേഖര കുറുപ്പ്, മഹാകവി G. ശങ്കർ കുറുപ്പിന്റെ അനിയനായിരുന്നു മലയാള അധ്യാപകൻ. ഇടക്കിടക്ക് ഇങ്ങനെ പിച്ചളാണ് നമ്മുടെ. അത് കഴിഞ്ഞിട്ട് NP രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. അദ്ദേഹം ഭയങ്കര ചെറുപ്പക്കാരനാണ്, വലിയ ബുദ്ധിമുട്ടുള്ള പിറവത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്നോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പൊ അന്ന് അദ്ദേഹം ഹോച്ചിമിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചന്ദ്രികയിൽ എഴുതും. ജാഹിലിയ കാലത്തെ സാഹിത്യം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം വന്ന എനിക്ക് ഓർമ്മയുണ്ട്. NP രാമചന്ദ്രൻ നായർ. ആ സമയത്ത് തന്നെ എൻ്റെ ലേഖനങ്ങളോ എന്തൊക്കെ വന്നിട്ടുണ്ട് ചന്ദ്രികയിൽ. എൻ്റെ ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഒരേ സമയത്ത് തന്നെ അതിൽ വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഈ അധ്യാപക ജോലി കൊണ്ട് കാര്യമായിട്ട് വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട്
അദ്ദേഹം പിന്നെ എന്തെങ്കിലും വീക്കിലിയോ അതെങ്കിലും കിട്ടുന്ന സമയത്ത് അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഏറ്റെടുക്കും. ആ ആ അങ്ങനെ കപ്പലിനെ മുക്കിന്ന് ഒരു സത്യനാഥം എന്നാ എന്തോ സത്യനാഥം. ആ സത്യനാഥം ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ പിന്നെ ഒരാൾ ജോൺ പനച്ചിക്കൽ എന്ന് പറഞ്ഞ ഒരാളാണ് അത്. അപ്പൊ അതിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹത്തെ വിളിച്ചു, സഹായത്തിനായിട്ട് എന്നെ വിളിച്ചു. അത് ശരി. അങ്ങനെ 8ലോ 9ലോ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജേർണലിസത്തിലേക്ക് വന്നു, ലിറ്റററി ജേർണലിസത്തിലേക്ക് വന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ പ്രശ്നം ഉണ്ടായി അവിടെ. അതായത് ഈ ജോൺ പനച്ചിക്കലിനെ ഒരു ലോട്ടറി കേസിൽ എന്തോ പിടിച്ചു. അത് ശരി. അതോടുകൂടി ആയി നിന്നു. ഈ സത്യത്തിൽ ജമാൽക്ക ശരിക്കും തെളിയിച്ചത്, തുടക്കത്തിൽ തന്നെ ജമാൽക്ക തെളിയിച്ചത് ഈ ജേർണലിസത്തിന് ഭാഷയാണ് പഠിക്കേണ്ടത് എന്നല്ലേ. ഭാഷ ഉണ്ടായാൽ മതി, വായിച്ചിട്ട് മനസ്സിലാവാനും എഴുതിയിട്ട് ഫലിപ്പിക്കാനും പറ്റുന്ന ഒരു ഭാഷ മാത്രം മതി എന്നല്ലേ ജമാൽക്ക ഈ ജേർണലിസം കൊണ്ട് തെളിയിച്ചത്. ജമാൽക്ക വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജമാൽക്ക നേരെ ബാക്കിയുള്ളവർ വെറുതെ പഠിച്ച് സമയം കളഞ്ഞപ്പോൾ ജമാൽക്ക ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ഞാൻ അതെന്താന്ന് വെച്ചാൽ ഞാൻ 1-2 തവണയൊക്കെ തോറ്റി. അപ്പൊ പിന്നെ ജ്യേഷ്ഠൻ എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ല. എൻ്റെ ജോലിയുടെ കാര്യമാണെങ്കിലും കല്യാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നു. കാരണം ബാപ്പയും ഉമ്മയും മരിക്കുന്ന ഒരേ മാസം തന്നെ ഒരു 8 മാസം മരിച്ചു. ബാപ്പ മരിച്ച് 1 മാസം തികണതിന് മുമ്പ് ഉമ്മ മരിച്ചു. ആ സമയത്ത് ആരുമില്ല. അപ്പൊ ബാപ്പ മരിക്കുമ്പോൾ ജമാൽക്കൊക്കെ എത്ര വയസ്സ്? 8 വയസ്സുണ്ടാവും. 8 വയസ്സുണ്ടാവും. ആ ബാപ്പയും ജീന് ശരിക്കും ഇത് തന്നെയാണല്ലോ അല്ലേ. അല്ല ബാപ്പ ഈ പിന്നെ നൈനയും പിന്നെ സൈനുദ്ദീൻ നൈനയെ പറ്റി പറയുമ്പോഴുള്ളത് മൂപ്പര് ബഷീറിന്റെ കൂടെ ഉജ്ജീവൻ എന്ന് പറഞ്ഞ മാഗസിൻ നടത്തിയില്ലേ. അതെ അതെ. അല്ല അത് മാത്രമല്ല, വേറെ പത്രം നടത്തിയിട്ടുണ്ട് ബാപ്പ. വേറെ പിന്നെ അന്നത്തെ പത്രങ്ങളൊക്കെ സത്യദീപം അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. അങ്ങനത്തെ ഒരു വേറൊരു പത്രം കൂടി നടത്തിയുണ്ട് ബാപ്പ. അതുപോലെ എഡിറ്റിങ് ചെയ്യുമായിരുന്നു. എഡിറ്റിംഗ് ഒരു ഹരമായിരുന്നു. അപ്പോൾ ഏതോ ഒരു പുസ്തകം ഈ അടുത്ത് മങ്ങാട് അബ്ദുറഹ്മാൻ സാഹിബ് എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. PS സൈനുദ്ദീൻ നൈന എഡിറ്റ് ചെയ്തൊരു പുസ്തകം. അത് ഇന്ത്യയിൽ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി, അതായത് ഇപ്പോഴത്തെ സംഘികളുടെ വരവിനെ കുറിച്ച് ദീർഘദർശനം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ശരി. ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി ഇയാള് അബ്ദുറഹ്മാൻ സാഹിബ് അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. PS സൈനുദ്ദീനെ അയച്ചു. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന പണി ഞാനും ചെയ്തു. ബാപ്പയുടെ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം പിന്നെ മൊയ്ത് മൗലവി വിളിച്ചു. പിന്നെ സൈനുദ്ദീൻ നമുക്ക് സത്യാഗ്രഹത്തിന് പോകാൻ കോഴിക്കോട് പോവാന്ന് പറഞ്ഞു. കോഴിക്കോട് വന്ന് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് നേരെ മണിയറയിൽ നിന്ന് നേരെ പോകുന്ന ജയിലിലേക്കാണ്. അങ്ങനെയാണ് പിന്നെ ഇവിടെ പോകുന്നത്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഞാൻ 1-2 തവണ അവിടെ പോയിട്ട് ആ കേരളം കാണാൻ ആഗ്രഹം പോലെ നടന്നില്ല. അപ്പോൾ പിന്നെ അന്ന് 9 മാസം എടുക്കാണ്. ആ ഇതിലാണ് ബഷീറിനെ പരിചയപ്പെടുന്നത് ജയിലിൽ വെച്ചിട്ട്. അവര് വലിയ കൂട്ടുകാരായിട്ട് മാറി. അങ്ങനെ നമുക്ക് തിരിച്ചു പോയിട്ട് ഇതൊന്നും പറ്റൂല, നമുക്ക് തീവ്രമായിട്ട് ആഞ്ഞടിക്കണം ഈ കൊളോണിയലിസത്തിനെതിരായിട്ട് എന്നൊക്കെ പറഞ്ഞു. ബഷീറാണ് ഈ പിന്നെ ഹാറ്റൊക്കെ വെച്ച് ഭഗത് സിംഗിനെ പോലെയൊക്കെ ആ സ്റ്റൈൽ കൊമ്പം മീശയൊക്കെ വെച്ച് നടക്കുന്നത്. അവിടെ കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിയിൽ പിന്നെ ഇയാള് ഉണ്ട് പിന്നെ KP തയ്യിൽ. KP തയ്യലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഡോക്ടർ KP തയ്യൽ. അദ്ദേഹം പിന്നെ K പത്മനാഭൻ തയ്യൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ ഇസ്ലാമാണ് നല്ലതെന്ന് പറഞ്ഞിട്ടൊരു ആ വിഷയത്തെക്കുറിച്ച് കുറേ ആളുകൾ പുസ്തകം എഴുതിയിട്ട് അത് കളക്ഷനായിട്ട് ഇറങ്ങി. ആ പുസ്തകത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് മാറി. പിന്നീട് ആ KP തയ്യൽ പിന്നെ
അത് പിന്നീട് അദ്ദേഹം ഇതിലേക്ക് തിരിച്ചുപോയി, അത് ശരി. ഗർവാപ്പസിയായിട്ട് ഇതിലേക്ക് പോയി. അപ്പോൾ കമാൽ പാഷ തയ്യലിനായി ആദ്യത്തെ രണ്ടാമത്തെ പേര്, പിന്നെ അപ്പൊ KP തയ്യൽ തന്നെ. അപ്പൊ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ ഒന്ന് ഉപ്പന്നെ സൈനുദ്ദീൻ നൈന, പിന്നെ കേരളനാഥത്തിന്റെ മമ്മൂക്ക, CP മമ്മൂക്ക, പിന്നെ സെയ്ദ് മുഹമ്മദ് സാഹിബ് കേരള ഹിസ്റ്ററി അസോസിയേഷന്റെ, പിന്നെ സക്കറിയ സേട്ട്, ഈ നാലാൾക്കാരും അല്ലേ നിങ്ങളെ ഈ ഒരു മെന്റർമാര് എന്ന് പറഞ്ഞാൽ? മെന്ററിന് സെക്രട്ടറിയാണ് മെന്ററിന് പറയാൻ പറ്റൂല. സക്കറിയ സേട്ട് വലിയ നിലയിലേക്ക് ഉയർന്നു പോയി. ഡെപ്യൂട്ടി സ്പീക്കർ, ഡെപ്യൂട്ടി മേയറൊക്കെ ആയി വലിയ ഇതിലേക്ക് പോയെങ്കിലും ഞങ്ങള് ഏകദേശം തുല്യരായിരുന്നു. മമ്മൂക്കയാണ് ശരിക്കും ഈ മമ്മൂക്ക ഞാൻ ഒരു ദിവസം ആദ്യമായിട്ട് ആ പത്ര ഓഫീസിൽ ചെന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അദ്ദേഹം പിന്നെ കുഞ്ഞാലൂസ് റോഡിലായിരുന്നു. കുഞ്ഞാലൂസല്ല, ലോ കോളേജ് ഹോസ്റ്റലിന്റെ തൊട്ടിപ്പുറമുള്ള അവിടെ. ആ ചെന്നപ്പോ മമ്മൂക്ക, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങളെ ഈ ദാഗാസ് ക്ലബിന്റെ സെക്രട്ടറി മജീദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാളുമായിട്ടാണ് അപ്പൊ അത് വന്ന് അപ്പൊ അതിനു മുമ്പ് ഞാൻ കേരളത്തിലൊരു കോളം ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കോളം ചെയ്യും, ഇത് വെളിച്ചം അത് പരിചയം ചെയ്യും. പക്ഷേ ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല. അപ്പോ ഈ ഞങ്ങൾ ചെന്നപ്പോ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടിയത് കാരണം ഇത് ഏതെന്ന ആളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ പഠിക്കാൻ ചേർന്നത്. അപ്പൊ അവിടെ എഡിറ്റോറിയലൊക്കെ ചെയ്താനായിട്ട് വന്നിരുന്ന ഒരാളുണ്ടായിരുന്നു, ഏരൂർ വാസുദേവൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. വലിയ പ്രശസ്ത നാടകൃത്തായിരുന്നു. എനിക്ക് അറിയാളെ പറ്റി, കാരണം ജീവിതം അവസാനിക്കുന്നില്ല എന്ന നാടകമൊക്കെ ഇതാണ്. അപ്പൊ എന്നെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ മമ്മൂക്ക ഇദ്ദേഹത്തിന്റെ കസേരയുടെ മുമ്പിൽ കൊണ്ടുവരുത്തുന്നു. ഇനി എല്ലാം വാസോട്ടം പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അയാൾ എന്നെ ഇങ്ങനെ കണ്ണടത്ത് ഇങ്ങനെ പൊക്കി ഒന്ന് നോക്കിയിട്ട് തല ഉച്ചിരുന്ന് അയാളുടെ പണി തോന്നുന്നു. ഒരു സംഗതി ആൾ എനിക്ക് പറഞ്ഞു തരുമൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് സേതുമാധവൻ എന്ന് പറഞ്ഞു, അയാൾ പോയതിനു ശേഷം സേതുമാധവൻ എന്ന് പറഞ്ഞു. അയാളും CPI ആണ്. ഏരൂർ വാസുദേവൻ CPI ആണ്. ഇയാള് മുറുക്കി തുപ്പിയൊക്കെ നടക്കുന്ന ഒരു നല്ല രസം. അത്ര പ്രായമൊന്നുമില്ല, പക്ഷെ മുറുക്കി തുപ്പിയൊക്കെ നടക്കുള്ളൂ. പിന്നെ അയാളുടെ കയ്യിൽ എപ്പോഴും ഈ സോവിയറ്റ് നാടിന്റെ പേപ്പേഴ്സ് ഉണ്ടാവും. വൺ സൈഡിൽ എഴുതാനായിട്ടുള്ള ഒരു വശത്ത് ഉണ്ടാവുള്ളത്. ഇപ്പൊ അതുമായിട്ട് വരും. ആള് തൃപ്പൂണിത്തുറ മാടവനക്കാരനാണ്. ആളാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടില്ല. കാരണം എഡിറ്റോറിയൽ എങ്ങനെ എഴുതണം പിന്നെ എന്നൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെ കേരളനാഥത്തിൽ തന്നെ ആയി ജോലി. കേരളത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെ നിന്നുപോയി എന്ന് പറഞ്ഞ തൊഴിലാളി. ഇപ്പൊ ഇവര് സ്വന്തം പ്രസ്സൊക്കെ ആയി. സ്വന്തം പ്രസ്സൊക്കെ വന്നതിന് ശേഷം തൊഴിലാളി പ്രശ്നം വന്നിട്ട് പൂട്ടിയിട്ട്. അപ്പൊ പിന്നെ ഈ ഫിലിംനാഥ എൻ്റെ ഇടക്കാണ് സംഭവം. ഫിലിംനാഥ ഇതിന്റെ മുല്ലശ്ശേരി കനാൽ അതിന്റെ റോഡിന്റെ മറുവശത്താണ് ഫിലിംനാഥം വീക്കലികളുടെ. അത് മമ്മൂക്കാന്റെ അല്ല, ഈ പിന്നെ CV വാസുപിള്ള എന്ന് പറഞ്ഞ ഒരാളുടെയാണ് ഫിലിംനാഥം. അപ്പൊ എനിക്ക് സാഹിത്യം സിനിമയൊക്കെ അല്ല എന്റെ ഭ്രാന്ത്. അപ്പൊ ഞാൻ അവിടെ പോവും. അവിടെ പോയിട്ട് എന്തെങ്കിലും എഴുതാനോ വല്ല സാഹചര്യം ഉണ്ടോന്ന് നോക്കുക. അപ്പൊ ഇയാളെന്നെ ഒന്ന് നോക്കുന്നല്ലാതെ ഇയാൾക്ക് സാഹിത്യവും സിനിമയൊന്നും അറിയില്ല വാസുള്ള. അയാൾ പൈസ മുടക്കണ ആളാണ്. അപ്പൊ വട്ടത്തറ ശശി എന്ന് പറഞ്ഞ ഒരു നാടകക്കാരനായിരുന്നു ആദ്യം അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ JC കുറ്റിക്കാട് വന്നു. അപ്പോൾ JC കുറ്റിക്കാട് വന്ന് പിന്നെ നിങ്ങൾ ഈ ഫിലിമിനകത്തിന് എഡിറ്റോറിയലൊക്കെ എഴുതേണ്ടി വരും. നിങ്ങൾ പത്രത്തിൽ ഡെയിലി പേപ്പറിൽ എഴുതണ പോലെയല്ല. അതിനെഴുതുമ്പോൾ കുറച്ച് വേറെ ഭംഗിയുള്ള ഭാഷയൊക്കെ വേണം. അവൻ ഞാൻ എഴുതി കാണിച്ചു കൊടുത്തപ്പോ ഇത് മതി. കാരണം ഫ്ലവറി ലാംഗ്വേജ് ഒക്കെ വേണമല്ല, സിനിമാ ഭാഷയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഷ വേണം. അങ്ങനെ JC അവിടെ ഉള്ള സമയത്ത് ഞാൻ ഒരു നോവൽ എഴുതി.
ഈ ഫിലിം നാദത്തിലോ? താരം എന്ന് പറഞ്ഞ ഒരു നോവൽ എഴുതി. അതാണ് പിന്നീട് DC ബുക്സ് പബ്ലിഷ് ചെയ്ത് ചായം തേക്കാത്ത മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അത് സിനിമാ ലോകം തന്നെയാണല്ലോ. ആ സിനിമാ ലോകത്തെ കുറിച്ചുള്ള ഒരു നോവൽ, ആദ്യത്തെ നോവല, തല്ലുപൊളി നോവല. അപ്പൊ ഈ പിന്നെ ഫിലിം നാദം വഴിയാണ് ജമാൽക്ക ഈ സിനിമ മേഖലയിലേക്ക് കിടക്കുന്നത്. പിന്നെ സിനിമ തിരക്കഥകൾ, അതൊക്കെ പിന്നീട് സിനിമാ ഗാനങ്ങള്, അതൊക്കെ ഞാൻ അതില് സിനിമയിലേക്ക് ഞാൻ മനഃപൂർവ്വം പോയിട്ടില്ല. ഈ അവിടെ JC ഉള്ള സമയത്ത് ജേഴ്സിക്ക് ജേഴ്സി അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് രാമു കാര്യാട്ടിൻ്റെ ഒരു കോള് വന്നു, ടെലഗ്രാമാണ്. ഉടനെ ചെന്നൈയിലേക്ക് ചെല്ലണം, ഏഴാച്ചുകളെ എടുക്കാൻ പോകുന്നു. ഏഴാച്ചുള്ള ഒരു സ്ട്രീറ്റിൽ ജീവിക്കുന്ന ആളുകളുടെ കഥയാണല്ലോ ഏഴാത്ത്. കാലടി ഗോപിയുടെ നാടകമാണ്. അതിൽ അബു എന്ന് പറയുന്ന ആളാണ് JC ഒരുപാട് കഴിവുകൾ ഉള്ള ഒരാളാണ്. നന്നായിട്ട് ചിത്രം വരക്കും, ലേഔട്ട് ചെയ്യും, പിന്നെ കഥ എഴുതും, നീണ്ട കഥയൊക്കെ എഴുതും, അഭിനയിക്കും. കാളിദാസകലാന്തരത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. അൽത്താര നാടകം, പോകുന്ന വർക്കയുടെ അൽത്താര നാടകത്തിൽ കവിയൂർ പൊന്നമ്മയും പിന്നെ JCയും കൂടിയാണ് അഭിനയിക്കുന്നത്. നല്ല രസമുള്ള അഭിനയമായിരുന്നു. അവർ രണ്ടുപേരുടെയും അവരുടെ കോമ്പിനേഷൻ എനിക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. നല്ല ഇതായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ തന്നെ ആ സമയത്ത് തന്നെ ഞാൻ എന്തെങ്കിലും പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ ശ്രമിക്കും. അതാണ് താരപഠനം എന്ന് പറഞ്ഞിട്ടൊരു കോളം ഞാൻ തുടങ്ങി, താരപഠനം. അപ്പോൾ താരങ്ങളായിട്ടുള്ള നടന്മാർ, നടികൾ അവരുടെ ക്യാരക്ടേഴ്സിനെ വിലയിരുത്തിക്കൊണ്ട് അസസ് ചെയ്തുകൊണ്ടുള്ള പിന്നെ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. ഷീലയെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ കല്ലിച്ചെല്ലമ്മ, ചെമ്മീൻ ഇതൊക്കെ എഴുതുമല്ലോ. അങ്ങനെ ഒരു കോളം എഴുതി. അപ്പോൾ എന്നോട് JC പറഞ്ഞ് അതിൽ എന്നെ കുറിച്ചൊന്ന് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അത് ശരിയല്ലല്ലോ, പത്രാധിപരല്ലേ? അത് പത്രാധിപർ ആയതുകൊണ്ടല്ല, JC ഇപ്പൊ സിനിമയിലേക്ക് പോകുന്നേ ഉള്ളൂ, ഇത് സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുകളെ കുറിച്ചായത്. അല്ല, ഞാൻ വേറെ ഒരു ഫീച്ചർ ചെയ്താന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഭയങ്കര സ്നിഗ്ധമായിട്ടുള്ള ഒരു ഭാഷയെല്ലാം എഴുതി. കോഴിമുട്ടയുടെ ഒരു രൂപത്തിലുള്ള മുഖവും വിഷാദാത്മകത്വം, നനവുരാഴ്ച, കണ്ണുകളുമുള്ള JC എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സിനിമയിൽ സ്ഥിരമാകുന്നത്. എങ്ങനെ ഇപ്പം തിരക്കഥകൾ തന്നെ ഇല്ലേ? സ്ഥിരമൊന്നും ആയിട്ടില്ല. ഞാൻ സിനിമക്ക് വേണ്ടി ഞാൻ പോയിട്ടില്ല. അല്ല, സിനിമ പാട്ടുകള് ഒരു 4-5 അതൊക്കെ വരുന്നത് വേറെ വഴിക്കാണ് വന്നത്. ഞാൻ മനഃപൂർവ്വം സിനിമയിൽ കയറാൻ വേണ്ടി പോയിട്ടില്ല. അതിൻ്റെ സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയെന്നാ, ഈ പ്രേം നസീർ ഈ 300 സിനിമകൾ തയ്ച്ചപ്പോൾ കൊച്ചിയിലുള്ള കുറേ ചെറുപ്പക്കാർക്ക് തോന്നി ഒരു ഗിന്നസ് ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് സ്വീകരണം കൊടുക്കണം, എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സ്മരണീയ പോലത്തെ ഒരു പുസ്തകം ഇറക്കണം. ആ പുസ്തകത്തിൻ്റെ ജമാൽ നോക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയില്ല, സിനിമാ രംഗത്തെക്കുറിച്ചും അറിയില്ല. അല്ല, അത് നമുക്ക് പോവാം, ചെന്നൈയിൽ പോവാം. അങ്ങനെ എല്ലാവരും കൂടി പൈസയൊക്കെ ഉണ്ടാക്കി ഒപ്പിച്ച് ചെന്നൈയിൽ പോയിട്ട് ആണ് പ്രേം നസീറിനെ പരിചയപ്പെടുത്തുന്നത് എൻ ഗോവിന്ദൻകുട്ടിയാണ്. അപ്പൊ ഗോവിച്ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കണം. ഗോവിച്ചേട്ടനെ പരിചയപ്പെടുത്തി തന്നത് CK രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. ആള് നാടകമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. 1-2 സിനിമയിലൊക്കെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു CK രവീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ നാടകത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് പാട്ട് ചെയ്തത്. MK അർജുനൻ ട്യൂൺ ചെയ്ത പാട്ട് 6 മണ്ണ് എന്നുള്ള നാടകത്തിന് വേണ്ടി ആദ്യം പാട്ട് ചെയ്തതാണ്. അവസാനം അർജുനൻ മാഷിൻ്റെ അവസാനത്തെ പാട്ട് കൊച്ചിയുടെ സിഗ്നേച്ചർ സോങ് എന്ന് പറഞ്ഞിട്ട് അതും ഞാൻ തന്നെ എഴുതിയത്. അപ്പോൾ നസീർ സാറിനെ പരിചയപ്പെട്ട്, നസീർ സാർ അന്ന് ഏകനാണ്, വേറെ ആരുമില്ല, അദ്ദേഹത്തെ വല്ല ആരുമില്ല. ആ സമയത്ത് ഒരു ദിവസത്തെ കോൾ ഷീറ്റ് മുഴുവൻ കട്ട് ചെയ്തിട്ട് അദ്ദേഹം എന്നെ സംസാരിക്കാനായിട്ട് വീട്ടിൻ്റെ ടെറസിൽ പോയിരുന്നു, ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നിട്ട്
ഞങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചു, തീർന്നില്ല. അപ്പൊ പറഞ്ഞു ഇനി എനിക്ക് കോൾ ഷീറ്റൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ എനിക്ക് എല്ലാ ദിവസവും വർക്ക് ഉണ്ടല്ലോ, ആ ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നിച്ചു പോവാം, പോകുന്ന വഴിക്ക് നമുക്ക് സംസാരിക്കാം, അവിടെ ചെന്നാലും സെറ്റൊക്കെ റൈസ് ചെയ്യാനുള്ള ആ സമയം ഉണ്ടാവും, ആ സമയത്ത് അവിടെ നിന്ന് അങ്ങനെ 3-4 ദിവസം നടന്ന് നസീർ സാറിൻ്റെ ഒപ്പം നടന്ന് അങ്ങനെ ആ പുസ്തകം വലിയ പുസ്തകമാണ്, വലിയൊരു പുസ്തകം ഇറക്കിയ ആ സമയത്ത് അതിൻ്റെ റിലീസ് വലിയ രൂപത്തിലായിരുന്നു കൊച്ചിയിൽ, വലിയൊരു സംഭവം. കാരണം വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് 100ഓളം കാറുകളുടെ അകമ്പടിയോടുകൂടിയാണ് മട്ടാഞ്ചേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരുന്നത്. മഹാകവി ജി ശങ്കർ കുറുപ്പിൻ്റെ അധ്യക്ഷതയിൽ വലിയ സ്വീകരണം, സിനിമാ താരങ്ങളും അത് ഇതൊക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഇത്രയുള്ള ഞാനും. എന്നാലും തിരക്കഥകൾ കുറച്ച് എഴുതിയില്ലേ? അല്ല, അതൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പിന്നെ ഈ സിനിമയായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ് എനിക്ക് ഉണ്ടാകുന്നത്. ചെന്നൈയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ആളുകളുമായിട്ടൊക്കെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് KP ഉമ്മറിനെ പരിചയപ്പെട്ട് അങ്ങനെയുള്ള പല ആളുകളെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. പക്ഷെ സിനിമയിലേക്ക് ഞാൻ സിനിമയിലേക്ക് പിന്നെ തളിരിട്ടേനാക്കൽ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അപ്പോൾ കൊച്ചിയിൽ അബ്ദുൽ ഖാദർ വക്കീൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, എൻ്റെ ഒരു കസിനായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ ആത്മമിത്രവും അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ. അദ്ദേഹം ഭയങ്കര ഹിന്ദുസ്ഥാനി സംഗീതത്തിന് കൊച്ചിയിൽ വേരുകൾ ഉണ്ടാക്കിയത് ഈ പിന്നെ വക്കീലാണ്, അബ്ദുൽ ഖാദർ വക്കീൽ. ഭയങ്കര രസികനാണ്, സഹൃദയനാണ് ഈ മ്യൂസിക്കിന്. അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കർ, ബിസ്മില്ല ഖാൻ, പർവീൻ സുൽത്താന, ലക്ഷ്മി ശങ്കർ, ഇങ്ങനെയുള്ള മൈസ്ട്രോസിനെയൊക്കെ കൊണ്ടുവന്ന് കൊച്ചിയിൽ പരിപാടി മട്ടാഞ്ചേരി ടൗണിൽ. അങ്ങനെയാണ് ഉമ്പായിയൊക്കെ ഉണ്ടാകുന്നത്. എൻ്റെ കല്യാണത്തിന് ഉമ്പായി ആദ്യമായിട്ട് ഗസല് പാടുന്നത്. ഉമ്പായി ഇപ്പോഴും പറയായിരുന്നു. വക്കീല് ഇങ്ങനെ ഇരിക്കും. വക്കീലിന് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അത് ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളാണ്. അതിലൊന്ന് എൻ്റെ ജ്യേഷ്ഠൻ തന്നെയായിരുന്നു മുസ്തഫ, പിന്നെ മജീദ് ക, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവര് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ സിനിമക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞങ്ങനെ ഇരിക്കും. വീടുകളിൽ മഹഫില് അങ്ങനെയാണ് ഈ സിനിമയെ പറ്റിയുള്ള അതെ. ഒരു ദിവസം ഞാൻ കൊച്ചിയിൽ ഒരു പ്രസ് നടത്തി, പ്രസ് തുടങ്ങുകയുണ്ടായിരുന്നു, ഇംപ്രിന്റ് എന്നുള്ള പേര്. അത് മട്ടാഞ്ചേരി ആയിരുന്നില്ല? മട്ടാഞ്ചേരി ജൂതന്മാരുടെ ടൗണില് അവിടെ ആയിരുന്നു. പൈസ ഒന്നും നടക്കൂല. ബാങ്കിൽ നിന്ന് ലോണ്, യൂക്കോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു, പക്ഷേ പൈസ ഒന്നും നടക്കൂല. ശരിയായ രീതിയിലല്ല പ്രശ്നം നമുക്ക് പറ്റുന്ന പണിയല്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു ലീഗൽ നോട്ടീസിന് മറുപടി എഴുതാനായിട്ട് പിന്നെ വക്കീലിൻ്റെ അടുത്ത് പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ് അല്ല, അപ്പം അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വക്കീൽ വന്ന്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമ എടുക്കാലോ എന്ന് വക്കീൽ പറയണ്. അത് കേട്ടിട്ടുണ്ടാകുന്ന ചെല്ലുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ് ഞങ്ങള് സിനിമ എടുക്കാൻ പോയി. പെട്ടെന്ന് തീരുമാനമാണ് പറഞ്ഞത്, സിനിമ എടുക്കാൻ പോകും, ഒരു ഡയറക്ടർ വേണം, കള്ളുകൂടിയനായിരിക്കരുത്, അങ്ങനെയുള്ള ഒരു ഇതുമില്ലാത്ത. അപ്പൊ ഞാൻ ആലോചിച്ചു, ആരാണ് അങ്ങനത്തെ ഒരാളെ കിട്ടാൻ പ്രയാസമല്ല ആ രംഗത്ത്. അങ്ങനെ നോക്കി വന്നപ്പോ P. ഗോപകുമാർ, അത് ചന്ദ്രകുമാറിന്റെ ജ്യേഷ്ഠനാണ്, പാലും വെള്ളം പോലും കൊടുക്കാത്ത ആളാണ്. ഞാൻ ഗോപകുമാറിനെ വിളിച്ചു വരുത്തി. ആള് ചന്ദ്രകുമാറിനും കൂടിയിട്ട് പിന്നെ ഇവിടെ BTHൽ വന്ന്, ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വന്ന് സംസാരിക്കാൻ, സിനിമ എടുക്കാനായിട്ട് വെറുതെ തമാശയായിട്ട് പറഞ്ഞ കാര്യം പെട്ടെന്ന് കാര്യത്തിൽ അതാണ് ഈ തളിരിട്ടേനാക്കൾ. അതാണ് തള്ളിയിട്ടേനാക്കൾ.